കഴിഞ്ഞ ദിവസം CPM-ന്റെ മുതിർന്ന നേതാവും CPM-ന്റെ തന്നെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള സീതാറാം യെച്ചൂരി വിടവാങ്ങിയിരിക്കുകയാണ്. ഇനി വരുന്ന ചോദ്യം ആരിനി ആ പദവിയിലേക്ക് എത്തും എന്നുള്ളതാണ്. ആരായിരിക്കും ആ പദവിയിലേക്ക് ഇനി വരാൻ അർഹനായത് മുതിർന്ന നേതാക്കളിൽ CPM-ന്റെ? അപ്പോൾ നമുക്കിവിടെ വരുന്ന മൂന്ന് പേരുകൾ ഉണ്ടെങ്കിലും പ്രകാശ് കാരാട്ടും കൂടെ ഉൾപ്പെടുത്തി 3 പേരുകൾ ഉണ്ടെങ്കിലും പ്രകാശ് കാരാട്ടിനെ ആരും ഉൾപ്പെടുത്തുന്നില്ല എന്നതാണ് മറ്റൊരു വാസ്തവം. 3 പേരുകളിൽ ഒന്ന് മുഹമ്മദ് സലീമും 65 വയസ്സുണ്ട് അദ്ദേഹത്തിന്. പിന്നെ ഒന്ന് ത്രിപുരയിൽ നിന്നുള്ള മാണിക് സർക്കാർ 75 വയസ്സുണ്ട് അദ്ദേഹത്തിന്. ഇവർ രണ്ടുപേരുടെയും പേരാണ് ഇനി ഉയർന്നു വരാൻ സാധ്യതയുള്ളത്. ഇതിൽ മാണിക് സർക്കാർ ഓൾറെഡി പോളിറ്റ് ബ്യൂറോ അംഗമൊക്കെ ആയിട്ടുള്ള ആളാണ്. മുൻ മുഖ്യമന്ത്രി, ത്രിപുരയുടെ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം 2018 ശേഷം BJP ആയിരുന്നു ത്രിപുര പിന്നീട് കൈക്കലാക്കിയതും. മാണിക് സർക്കാരിൻ്റെ ഭരണത്തിൽ പിന്നീട് ത്രിപുര കൈകളിൽ കിട്ടിയിട്ടുമില്ല. അതായത് പിന്നീട് അങ്ങോട്ട് 2018 ഇങ്ങോട്ട് CPM-ന്റെ വളരെ ഒരു വീഴ്ചയായിരുന്നു ദേശീയ രാഷ്ട്രീയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേരളത്തിലാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു 2018 ശേഷം ഒരു നല്ലൊരു രീതിയിൽ ഭൂരിപക്ഷത്തോടെ CPM-ന് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ എണ്ണത്തിലായാലും ഒരു CPM-ന് നിലനിൽക്കാൻ സാധിക്കുന്ന ഒരു സംസ്ഥാനമായി കാണാൻ സാധിക്കുന്നത് കേരളത്തിലാണ്. അപ്പോൾ സീതാറാം യെച്ചൂരിക്ക് ശേഷം ഇനി ആര് എന്നുള്ളതിന്, ആരുടെ പേര് വരാം എന്നുള്ളതിന് ഒരു പക്ഷേ തീരുമാനിക്കാൻ സാധ്യതയുള്ള പേരുകളിൽ ഒന്ന് കേരളത്തിൽ നിന്നും ആരെങ്കിലും ഉണ്ടായിരിക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ അംഗങ്ങളെ തീരുമാനിക്കുന്നത് ഒരു പക്ഷേ കേരളത്തിൽ നിന്നുമുള്ള CPM എന്ന സംഘടനയുടെ നേതാക്കന്മാർ കൂടി ചേർന്നിട്ടായിരിക്കാം എന്നുള്ളൊരു ഇത് വരുന്നുണ്ട്. ആരായിരിക്കാം? കേരളത്തിൽ നിന്ന് ഒരു ജനറൽ സെക്രട്ടറി ആ സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രകാശ് കാരാട്ടിന് ഇനിയൊരു സാധ്യത അല്ലെങ്കിൽ ഇനിയൊരു ചാൻസ് CPM എന്ന സംഘടന കൊടുക്കുമോ? മാണിക് സർക്കാർ ആയിരിക്കുമോ ഇനിയൊരു പക്ഷേ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നത്? ആരാണ് അർഹൻ? ആരായിരിക്കും വരാൻ സാധ്യതയുണ്ടെന്ന് അരുണിമയ്ക്ക് തോന്നുന്നത്? ഇതിപ്പോൾ പ്രകാശ് കാരാട്ടിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സീതാറാം യെച്ചൂരിക്ക് മുൻപ് തന്നെ CPM എന്ന പാർട്ടിയെ വളരെയധികം തകർത്ത ഒരു വ്യക്തി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന് പ്രകാശ് കാരാട്ടിന്റെ സമയത്താണ് ഏറ്റവും കൂടുതൽ തകർച്ചകൾ നേരിട്ടത്. ഇപ്പം സീതാറാം യെച്ചൂരിയുടെ കാലഘട്ടത്തിൽ പറയുകയാണെങ്കിലും അപ്പോഴും തകർച്ച തന്നെയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പ്രതിഫലനമായിട്ടാണ് ത്രിപുരയിലും ബംഗാളിലും CPM മൊത്തത്തിൽ തകർന്നൊരവസ്ഥ ഉണ്ടായത്. ഇതിപ്പം ത്രിപുരയിലെ കേസ് എടുക്കുകയാണെങ്കിൽ മാണിക് സർക്കാരിന്റെ കാലഘട്ടത്തിൽ അന്നത്തെ BJP സ്ഥാനം ഏൽക്കുന്ന സമയത്തെ ഇലക്ഷനിൽ CPM എന്ന പാർട്ടിയുടെ ഭൂരിപക്ഷം വലിയ തോൽവി ഏറ്റുവാങ്ങിയ ഒരു സമയമായിരുന്നു അന്ന്. അപ്പം അന്നത്തോടു കൂടി തന്നെ, അതിനുശേഷം ഭരണം തിരിച്ച് കിട്ടിയിട്ടില്ല. അന്നത്തോടു കൂടി തന്നെ ത്രിപുരയിലെ CPM-ന്റെ അധികാരവും എല്ലാം അവസാനിച്ചു കഴിഞ്ഞു. ആ ഒരു പാർട്ടി തന്നെ അവിടെ നശിച്ചു കഴിഞ്ഞു. ബംഗാളിൽ ഇപ്പോൾ ഇതേ അവസ്ഥ തന്നെയാണ്. ബംഗാളിൽ സംഘർഷങ്ങളുടെ ഒരു വലിയ ഒരു ഭൂമിയായി മാറിക്കൊണ്ടിരിക്കുക ബംഗാൾ. അതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു പാർട്ടി അവിടെ നിലനിൽപ്പുണ്ടോ എന്നുള്ളത് തന്നെ വളരെയധികം സംശയമായിട്ടിരിക്കുന്നു. ഇപ്പൊ ഇനി CPM എന്നൊരു പാർട്ടി നിലനിൽപ്പുണ്ടെങ്കിൽ അത് കേരളത്തിൽ മാത്രമാണ്. അത് നിലനിർത്തിയ ഏക വ്യക്തിയും പിണറായി വിജയൻ തന്നെയാണ്. അത് പറയുകയാണെങ്കിൽ ഇരട്ട ഭരണം കാഴ്ചവെച്ച ഒരു സംസ്ഥാനം, ഒരു പാർട്ടി ഇരട്ട ഭരണം കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ CPM-ൽ ത്രിപുരയും ബംഗാളും വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലാണ്. അതും പിണറായി വിജയന്റെ ഒരു ഇത് തന്നെയാണ് ഇരട്ട ഭരണം കാഴ്ചവെക്കാൻ സാധിച്ചത്. ആദ്യത്തെ തവണ അദ്ദേഹം VS അച്യുതാനന്ദനെ മുൻനിർത്തി വിജയിച്ചു. അദ്ദേഹത്തിന്റെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പിണറായി വിജയൻ മുന്നോട്ട് വന്നു. രണ്ടാമത്തെ തവണ എന്ത് പറ്റിയതാണെന്ന് പറഞ്ഞിട്ടില്ല, എന്തൊക്കെയോ സംഭവിച്ച് അദ്ദേഹം രണ്ടാമതും ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പക്ഷെ ഇനി ഒരു കയറ്റം ഉണ്ടാവുന്ന ഇപ്പം ത്രിപുരയുടെയും ബംഗാളിന്റെയും അതേ അവസ്ഥ തന്നെയായിരിക്കും കേരളത്തിലും ഉണ്ടാകാൻ പോകുന്നത്. പിണറായി വിജയന്റെ ഭരണത്തിൽ, ഇത്ര നാളത്തെ ഭരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനിയൊരു CPM-ന് ഇനിയൊരു തുടർച്ച ഇവിടെ ഉണ്ടാകും എന്നുള്ള യാതൊരുവിധ ഉറപ്പുമില്ല. പിന്നെ മറ്റുള്ള ഇതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്നാണ് ഇപ്പോൾ പറഞ്ഞല്ലോ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ ഇവിടെ നിന്നായിരിക്കും. അപ്പം പ്രകാശ് കാരാട്ടിന്റെ സ്ഥാനം ഉണ്ടാവുമെന്ന് എനിക്ക് യാതൊരുവിധ ഉറപ്പുമില്ല. അത്രത്തോളം യാതൊരുവിധ പുരോഗമനം ഉണ്ടായിരുന്നില്ല അദ്ദേഹം പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത്. ഇനി അടുത്ത കോടിയേരി ബാലകൃഷ്ണൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കോടിയേരി ബാലകൃഷ്ണൻ ആയിരുന്നായിരിക്കും ആ ഒരു സ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ MV ഗോവിന്ദനുണ്ട്, MA ബേബി ഉണ്ട്. MA ബേബിയായിട്ട് അധികം എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം. MA ബേബിയെ ഒരു പാർട്ടി നേതാവ്, ദേശീയ നേതാവാക്കാൻ ഒരിക്കലും പിണറായി വിജയൻ സമ്മതിക്കില്ല. ഈ ഒരു പോസ്റ്റിലോട്ട് കയറുവാണെങ്കിൽ തന്നെയും ഇനി അങ്ങനെ ഒരു
തെരഞ്ഞെടുപ്പ് നടത്തുവാണെങ്കിലോ അല്ലെങ്കിൽ ആ ഒരു പോസ്റ്റിൽ വിധി നിർണ്ണയിക്കുന്നത് തീർച്ചയായിട്ടും പിണറായി വിജയൻ തന്നെയായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് കുറച്ചുകൂടി ഇഷ്ടം താല്പര്യമുള്ള ആളിനെ ആയിരിക്കും അദ്ദേഹം എന്തായാലും തിരഞ്ഞെടുക്കാൻ സാധ്യതയുള്ളൂ. അതുമല്ല, പിണറായി വിജയനും ബംഗാളുമായിട്ട് അത്ര നല്ല സ്വരച്ചേർച്ചയിലുമല്ല. അതുകൊണ്ട് അവിടുന്ന് ഒരാളെ തിരഞ്ഞെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ ഉറപ്പുമില്ല. അങ്ങനെയാണെങ്കിൽ ത്രിപുരയിൽ നിന്നുള്ള മാണിക് സർക്കാരിനെ തന്നെ തിരിച്ചു കൊണ്ടുവരാനായിരിക്കും ചിലപ്പോൾ പിണറായി സർക്കാർ ശ്രമിക്കുന്നത്. അതുമല്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ തന്നെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും അദ്ദേഹം മുന്നോട്ട് വെക്കുക. ഇവിടെ കേരളത്തിലെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ എണ്ണം കൂടുതലാണെന്ന് പറഞ്ഞു CPM-ന്റെ. പക്ഷേ കേരളത്തിലെ നേതാക്കളുടെ പേരുകൾ ആരൊക്കെയായിരിക്കും ചാൻസ് ഉള്ളതെന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് ഓഫ്കോഴ്സ് പിണറായി വിജയനായിരുന്നു. രണ്ടാമത്തെ സ്ഥാനത്ത് MV ഗോവിന്ദനോ അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. പക്ഷേ അദ്ദേഹം അകാലത്തിൽ പൊലിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് നമുക്ക് സ്വീകരിക്കാൻ പേര് വെക്കാൻ കഴിയില്ല. പിന്നെയുള്ളത് MV ഗോവിന്ദൻ, വിജയരാഘവൻ, അത് കഴിഞ്ഞുള്ളത് EP ജയരാജനൊക്കെ പറയാൻ പറ്റുമെന്നല്ല, എന്നാലും MA ബേബിയാണ് ആ സ്ഥാനത്തേക്ക് വരാൻ കുറച്ചും കൂടെ ആപ്റ്റിറ്റുള്ള ലിസ്റ്റുകളിൽ പേര് വരാൻ സാധ്യതയുള്ളത്. പക്ഷേ ഈ MA ബേബി എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ പിണറായി വിജയന് അല്ലെങ്കിൽ MV ഗോവിന്ദനോ അദ്ദേഹത്തെ ആ ഒരു സ്ഥാനം ഏൽപ്പിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുമെന്ന് തോന്നുന്നില്ല. പിന്നീടുള്ളത് വിജയരാഘവൻ്റെ കേസിൽ വിജയരാഘവനും MA ബേബിയൊക്കെ ജൂനിയേഴ്സാണ്. MV ഗോവിന്ദനെയും പിണറായി വിജയനെയും കോടിയേരി ബാലകൃഷ്ണനെയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ ഈ ഒരു ജൂനിയേഴ്സിനെ ആ പദവിയിലേക്ക് വെക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയം തന്നെയാണ്. പിന്നെ വേറെ അധികം ആരും ആ ഒരു സീനിയർ പദവിയിൽ CPM-നെ നയിക്കാനായിട്ടുള്ള ഒരു കൽപ്പുള്ളൊരു നേതാവായിട്ട് പറയാൻ അവർക്ക് ആളില്ല. പിന്നെയുള്ളത് ത്രിപുര സർക്കാരായിരുന്ന അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രി ആയിട്ടുള്ള മാണിക് സർക്കാരാണ്. അദ്ദേഹത്തിന് 75 വയസ്സാകാൻ പോകുന്നുവെങ്കിലും അദ്ദേഹത്തിന് ഒരു ചാൻസ് കൂടുതൽ നിൽപ്പുണ്ട്. പിന്നെയുള്ളത് ബംഗാളിലെ ഈ പറഞ്ഞ പോലെ മുഹമ്മദ് സലീം 65 വയസ്സ്. പക്ഷേ ഈ ത്രിപുരയും ബംഗാളും അടിക്കടി നേരിട്ടുകൊണ്ടിരുന്ന ഈ CPM-ന്റെ പരാജയം അവർക്കൊരു തിരിച്ചടിയാകും. പിന്നെ ഈ പറഞ്ഞ പോലെ യെച്ചൂരി ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്തും പ്രകാശ് കാരാട്ട് ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്തുമുള്ള എങ്ങനെയായിരുന്നു അവരുടെ ഭരണവും അവരുടെ പ്രവർത്തനങ്ങളും. യെച്ചൂരിയും പ്രകാശ് കാരാട്ട് ഈ പാർട്ടിയെ നയിക്കുമ്പോൾ ഉണ്ടായിരുന്ന തോൽവികൾ പ്രകാശ് കാരാട്ട് തുടങ്ങി വെച്ചു. അത് അവസാനിച്ചത് യെച്ചൂരിയിലൂടെയാണെന്ന് മാത്രം. പ്രകാശ് കാരാട്ട് ഭരിച്ചിരുന്നപ്പോഴും പ്രകാശ് കാരാട്ട് ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോഴും യെച്ചൂരി പ്രവർത്തനങ്ങളിൽ ആയിരുന്നപ്പോഴും ഏറ്റവും കൂടുതൽ തോൽവികളും പാർട്ടിക്കുള്ളിൽ തന്നെ സംഘർഷങ്ങൾ ഉണ്ടായ ഒരു കാലഘട്ടമായിരുന്നു യെച്ചൂരി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കാലഘട്ടം. അതുകൊണ്ട് ഏറ്റവും നല്ലൊരു ആ ഒരു പദവിയിൽ ആപ്റ്റായിട്ടുള്ള ഒരു നേതാവാണ് യെച്ചൂരി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. CPM-ൽ ഒരു അധപതനം തുടങ്ങുന്നത് കാരാട്ടിൽ നിന്നുമാണെങ്കിൽ അതേ ഒരു അവസ്ഥ തന്നെയാണ് യെച്ചൂരിയുടെ കാര്യത്തിലും വന്നപ്പോൾ ഒരു രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ് മറ്റ് സംസ്ഥാനങ്ങളിലും നമുക്ക് കാണാൻ സാധിച്ചില്ല.